ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് ഈ LTE റൗട്ടർ അല്ലെങ്കിൽ LTE റൂട്ടർ എന്താണെന്ന് നോക്കാം. എല്ലാവരും റൂട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലും റൂട്ടർ ഉണ്ടാവും. പക്ഷേ ഈ LTE റൂട്ടർ എന്താണെന്ന് മിക്കവർക്കും അറിയില്ല. എന്നാൽ അത് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് ഈ LTE റൗട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് LTE റൗട്ടർ നോക്കാം. ആദ്യമായി തന്നെ നോർമലി ഒരു റൗട്ടർ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ വീട്ടിലിപ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഈ പറഞ്ഞ റൂട്ടർ വെക്കുന്നതോടുകൂടി നമ്മൾ ആ മോഡത്തിൽ നിന്നും റൂട്ടറിലോട്ട് കണക്ട് ചെയ്യും. അവിടെ നിന്ന് ഈ റൂട്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡിവൈസിലോട്ട് കണക്ഷൻ കൊടുക്കുക. അത് ഇൻ്റർനെറ്റ് വഴി ലാൻ വഴിയും കൊടുക്കാം, വൈഫൈ വഴിയും ഒക്കെ കണക്ട് ചെയ്യാം. അതാണ് നോർമലി ഒരു റൂട്ടറിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ LTE റൂട്ടർ ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, LTE റൂട്ടർ എന്നാൽ ഈ റൂട്ടറിൽ സിം ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. സിം ഇടാനുള്ള ഫെസിലിറ്റി പ്രധാനമായിട്ടും ഈ റൂട്ടറിൽ കാണും. അതാണ് ഈ LTE റൂട്ടറിൻ്റെ പ്രധാന പ്രത്യേകത. TP-Linkൻ്റെ ആർച്ചർ MR200 എന്ന് പറഞ്ഞ ഈ കാണുന്ന റൗട്ടർ ഒരു 4G LTE റൗട്ടറാണ്. ഇത് അത്യാവശ്യം ആളുകളൊക്കെ മേടിക്കുന്ന ഒരു റൗട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കിതൊരു നോർമൽ റൗട്ടർ, അതായത് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന നോർമൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിക്കുന്ന റൗട്ടറായിട്ട് ഉപയോഗിക്കാം. പ്ലസ് അതിന് പുറമെ സിം ഇടാം. ഇൻ കേസ് ബ്രോഡ്ബാൻഡ് നെറ്റ് കിട്ടാത്ത സമയമാണെങ്കിലോ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിലാണെങ്കിലോ ഒക്കെ സിം കണക്ട് ചെയ്ത് ഈ ഒരു സ്ലോട്ടിൽ ഇതിനകത്തൊരു സിം ഇടാനുള്ള സ്ലോട്ടുണ്ട്. അവിടെ സിം ഇട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കണക്ട് ചെയ്യാനും ഇത് ലാൻ പോർട്ട് 4 ലാൻ പോർട്ട് ഉണ്ടാവും, വാൻ പോർട്ടും ഉണ്ട്. സോ വാൻ പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലാൻ പോർട്ട് വഴി കണക്ഷൻ ഉപയോഗിക്കാനും സാധിക്കും. സോ സിമ്മും സൈമൾട്ടേനിയസ്ലി സിമ്മും ഉപയോഗിക്കാം, ബ്രോഡ്ബാൻഡ് കണക്ഷനും ഉപയോഗിക്കാം എന്നുള്ളതാണ് LTE റൗട്ടറിൻ്റെ പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റൗട്ടറാണ്. അധികം മേടിക്കാറില്ല. ഇത്തിരി കോസ്റ്റ്ലിയാണ്, നോർമലിനേക്കാളും കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും വളരെ നല്ലതാണ്. ഇത് ഇപ്പം നമ്മളുടെ വീട്ടിൽ ഈ സിം ഇടുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏതാണോ നെറ്റ്വർക്ക് കവറേജ് കൂടുതലുള്ളത് അത് അതിനകത്ത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് നെറ്റ്വർക്ക് കവറേജ് ഉള്ള കണക്ഷനിൽ സിം വേണം ഇതിനകത്ത് ഇടാൻ. ഇപ്പം നമ്മൾ ഈ റൂട്ടർ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ റേഞ്ച് ഇല്ലാത്ത, ഇപ്പോൾ എയർടെൽ ആയാലും VI ആയാലും അല്ലെങ്കിൽ ജിയോ ആയാലും ഒക്കെ സിം ഇട്ടിട്ടുണ്ടെങ്കിൽ കണക്ഷൻ കിട്ടില്ല. കാരണം റേഞ്ച് വേണം. സിമ്മിന് റേഞ്ച് ഉള്ളിടത്ത് ഉള്ള സിമ്മുകൾ ആയിരിക്കണം ഈ ബ്രോഡ്ബാൻഡ് റൂട്ടറിൽ ഇടേണ്ടത്. സോ അങ്ങനെ നമുക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴി കണക്ഷൻ, ബ്രോഡ്ബാൻഡ് കണക്ഷനും നമുക്കതുവഴി ലഭ്യമാവും. കൂടാതെ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിമ്മിൻ്റെ ഡാറ്റയും കിട്ടും. ഇപ്പോൾ ബ്രോഡ്ബാൻഡ് കട്ടാകുമ്പോൾ സിമ്മിലാണെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മൊബൈലിലും മറ്റും ഈ ഹോട്ട്സ്പോട്ട് ഇടല്ലേ, അതായത് ബ്രോഡ്ബാൻഡ് ഇല്ലാത്ത ആൾക്കാർ കൂടുതലായിട്ട് ഈ ഹോട്ട്സ്പോട്ട് ഇട്ടാണ് ഉപയോഗിക്കാറ് അധികം കണക്ട് ചെയ്യേണ്ടത് ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ ഈ ഒരു സിം, അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു സിം എടുക്കണം എന്നേ ഉള്ളൂ. ആ ഒരു സിം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിട്ട് വളരെ നല്ലപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ഈ ആർച്ചർ MR200 എന്ന് പറഞ്ഞ ഈ മോഡൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 700-750 Mbps വരെയൊക്കെ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന, എതർനെറ്റ് വഴി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡമാണ്. അതിന് പുറമെ ഇതൊരു ഡ്യുവൽ ബാൻഡ് മോഡമാണ്. ഈ ഒരു ഡ്യുവൽ ബാൻഡ് മോഡലാണിത്. സോ അതുകൊണ്ട് തന്നെ വൈഫൈയിലും നല്ല പവർഫുള്ളായിട്ട് തന്നെ സ്പീഡും എല്ലാം നമുക്ക് ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടും. സിം ആണെങ്കിൽ അതായത് സിമ്മിൻ്റെ അതായത് പ്ലാനും അതായത് റേഞ്ചും കവറേജ് അനുസരിച്ചുള്ള സ്പീഡും ഈ ഒരു റൗട്ടർ കൊണ്ട് നമുക്ക് കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ റൗട്ടർ മാത്രമല്ല, ഒരുപാട് റൗട്ടർ ആമസോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു റൗട്ടറിൻ്റെ ലിങ്ക് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് പുറമെ അതുകൂടാതെ ഒരുപാട് റൗട്ടറുകൾ വേറെയും ആമസോണിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വിചാരിച്ചാൽ അത് എടുക്കുക. വളരെ ഒരു ഉപകാരപ്രദമായൊരു പ്രൊഡക്റ്റാണ് LTE റൗട്ടർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഇതാണ്. ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഈ LTE റൗട്ടർ അല്ലെങ്കിൽ സിം ഇടുന്ന റൗട്ടർ ഉണ്ടോ, റൗട്ടർ എന്ന് പറഞ്ഞാൽ സിം ഇടാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. LTE റൗട്ടർ എന്താണെന്നുള്ളതിൻ്റെ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.